മക്കളെ, ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ചാപ്റ്റർ ആണ് ബാരിഷ് കെ ബാദ് എന്ന കഹാനി. ബാരിഷ് കെ ബാദ് അതിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാ വർക്കുകളും ഈ പാഠത്തിലുള്ള എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്, എല്ലാവരും കാണണം. ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റ് ഉള്ളത് യഹാം ചിടിയോ കാ സരൂരി കാം ക്യാ ഹോഗ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ പക്ഷികളുടെ അത്യാവശ്യ ജോലി എന്തായിരിക്കും? പക്ഷികളൊക്കെ അവരുടേതായിട്ടുള്ള അത്യാവശ്യ ജോലിയിലാണ്. മഴ കഴിഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ടല്ലോ, മഴ കഴിഞ്ഞു, അടുത്ത മഴ വരാനാകുന്നു, അതിനു മുമ്പായിട്ട് പക്ഷികളൊക്കെ തിടുക്കത്തിൽ എന്തോ ജോലി, അവരുടേതായിട്ടുള്ള ജോലികൾ തീർക്കാനുള്ള തിടുക്കത്തിലാണ് എന്ന് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചതാണ്. അപ്പൊ ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ യഹാൻ ചിടിയോ കാ സരൂരി കാം ക്യാ ഹോഗ. ഇവിടെ പക്ഷികളുടെ അത്യാവശ്യ ജോലി എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. ആൻസർ നോക്കാം നമുക്ക്. ബച്ചോ കെ ലിയെ ഗാന ലാന, നമുക്ക് സങ്കല്പിച്ച് എഴുതാം, അതായിരിക്കും അവരുടെ, അങ്ങനെയായിരിക്കും എന്ന് എഴുതുകയാണ് കേട്ടോ. ബച്ചോ കെ ലിയെ ഗാന ലാന, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണമൊക്കെ ശേഖരിക്കുക, കൊണ്ടുവരിക, കുട്ടികൾക്കുള്ള ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് ശേഖരിക്കുന്നതും. ബച്ചോ കാ ഗ്യാൽ രഖന, കുട്ടികളെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ പങ്കേം സൂക്ന, ചിറക് ഉണക്കുക. മഴയിൽ അവരുടെ ചിറകുകളൊക്കെ നനഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ മഴയില്ലാത്ത കുറച്ച് സമയം കിട്ടിയാൽ അവർ പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ ചിറകുകളൊക്കെ ഉണക്കും. ഓക്കെ, അപ്പൊ അത്രയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്കിതില്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉൽട്ടി ബഹത്തി നാവ് കെ പീച്ചെ ഭാഗത്തെ ബച്ചോ കാ മനോഭാവ് ക്യാ ഹോഗ. അതായത് അവരുണ്ടാക്കിയ ലീഫ് ബോട്ട് മറിഞ്ഞു, അത് മറിഞ്ഞു ഒഴുകുകയാണ്. മറിഞ്ഞു ഒഴുകുന്ന ലീഫ് ബോട്ടിന് പിന്നാലെ ഓടുന്ന കുട്ടികളുടെ മനോഭാവം എന്തായിരിക്കും? ലീഫ് ബോട്ട് മറിഞ്ഞപ്പോൾ കുട്ടികൾ അതിന് പിന്നാലെ ഓടി. ആ ഓടുന്ന സമയത്ത് അവരുടെ മനസ്സിൽ എന്ത് കാര്യമാണുള്ളത് എന്നാണ് ചോദിച്ചത്. എന്താണ്? വേ സബി പ്രാണിയോ കോ ബച്ചാന ചാത്തേ തേ. അവർ ഓടിപ്പോകുന്ന എന്തിനാണ്? അതിലുള്ള എല്ലാ ജീവികളെയും രക്ഷപ്പെടുത്താനാണ് അല്ലെ. അപ്പൊ അവരെന്താണ് ആ സമയത്ത് അവരുടെ മനസ്സിൽ അവർ ചിന്തിച്ചത് എന്താണ്, ആഗ്രഹിച്ചത് എന്താണ്? വേ സബി പ്രാണിയോ കോ ബച്ചാന ചാത്തേ തേ. അവർ എല്ലാ കീടങ്ങളെയും രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. कीचड़ में सराबार गुड्डू भी हंस रहा था और गुडली भी. क्या ऐसा कोई मजेदार अनुभव आपके जीवन में हुआ है? बताइए. कीचड़ में सराबार गुड्डू, ചളിയിൽ വീണിട്ട് ചളിയിലാകെ നനഞ്ഞു കുതിർന്ന ഗുഡു ചിരിക്കുന്നു. ഹസ്രഹാദ, ഗുഡു ചിരിക്കുന്നുണ്ടായിരുന്നു. കൂടെ ആര്? കൂടെ ഗുഡലിയും ചിരിക്കുന്നുണ്ടായിരുന്നു. ക്യാ ഐസാ കോയി മസേദാർ അനുഭവം, നിങ്ങൾക്കും ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബധായേ, പറയൂ. നിങ്ങൾക്ക് അതുപോലെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയാനാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ ഒരു എന്താ പറയാ, ഒരു അനുഭവം എഴുതിയതാണ്. നിങ്ങൾക്ക് എന്ത് അനുഭവമാണോ ഉണ്ടായിട്ടുള്ളത് അത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അതെ, അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നല്ല ചോദ്യം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതിനാണ് എന്ന് എഴുതിയത്. ഏക് ദിൻ മേം അപ്നെ ദോസ്ത് രാമു കെ സാത്ത് ഖേൽ രഹാ താ. ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള രാമുവിനോടൊപ്പം കളിക്കുകയായിരുന്നു. മേനെ ഉസേ പീഠ അവർ ഭാഗ് ഗയാ. ഞാൻ അവനെ അടിച്ചു, എന്നിട്ട് ഓടി. അവനെ അടിച്ചുങ്ങാണ്ട് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയി. വഹ് മേരെ പീച്ചെ ദൗഡ, അവനും എൻ്റെ പിന്നാലെ ഓടി വന്നു. മേ നീച്ചെ ഗിർ ഗയ, ഞാൻ താഴെ വീണു. വഹ് ഓർ മേ ഹസ്സ, ഞാനും അവനും ചിരിച്ചു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കുണ്ടായിട്ടുള്ള എന്ത് അനുഭവം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇനി കഹാനിക്ക് ആധാർ പർ സഹി യാ ഗലത്ത് നിശാൻ ലഗായേ. ഈ താഴെ തന്നിരിക്കുന്ന സെന്റൻസില് ശരിയുണ്ട് തെറ്റുണ്ട്. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? ശരിക്ക്
നിങ്ങൾ സഹി ആണെങ്കിൽ ശരിയാണെങ്കിൽ നിങ്ങൾ അതിനെ മാർക്ക് ചെയ്യുക, തെറ്റിന് നിങ്ങൾ തെറ്റ് മാർക്ക് ചെയ്യുക. ബച്ചേ ദോസ്തി മേ മസ്ത് രഹത്തെ ഹേ, കുട്ടികൾ ഫ്രണ്ട്ഷിപ്പിലാണ് അല്ലേ, ശരിയാണ്. കുട്ടികൾ വളരെയധികം നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു, ശരിയാണ്. ബച്ചേ ബാരിഷ് മേ ഖേൽത്തെ ഹേ, കുട്ടികൾ മഴയിൽ കളിക്കുന്നു. കുട്ടികൾ മഴയത്താണോ കളിച്ചത്? അല്ല, മഴയ്ക്ക് ശേഷമാണ് അവർ കളിച്ചത് അല്ലേ, മഴയ്ക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിലാണ് കളിച്ചത്, മഴയിലല്ല കളിച്ചത്. അപ്പൊ അത് തെറ്റാണ്. ബച്ചേ കാഗസ് കി നാവ് ബനാത്തെ ഹേ, കുട്ടികൾ കടലാസ് തോണി ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത്, ശരിയാണോ? അല്ല, കുട്ടികൾ എന്ത് തോണിയാണ് ഉണ്ടാക്കിയത്? ലീഫ് ബോട്ടാണ് ഉണ്ടാക്കിയത് അല്ലേ, ഇല കൊണ്ടുള്ള തോണിയാണ് ഉണ്ടാക്കിയത്. പത്തേക്ക് നാവ് പലട് ജാത്തി ഹേ, പത്തേക്ക് നാവ്, ലീഫ് ബോട്ട് എന്ത് ചെയ്യുന്നു? മറിഞ്ഞു പോകുന്നു, ശരിയാണ്. അവരുണ്ടാക്കിയ ഇല കൊണ്ടുണ്ടാക്കിയ ബോട്ട് മറിയുന്നുണ്ട് വെള്ളത്തിൽ, അത് ശരിയാണ്. ഗോകുൽ ഗായ് ബർസാത്തി മൗസമ്മേ ദിഖ്തി ഹേ, ഗോകുൽ ഗായികളെ ബീർബഹൂട്ടികളെ കാണുന്നത് മഴ സീസണിലാണ് എന്നാണ് പറഞ്ഞത്, മഴയുള്ള കാലാവസ്ഥയിലാണ് അവരെ കാണുന്നത്, ശരിയാണ്. കീച്ചട് മേ ഗിർനെ പർ ഗുഡു രോത്താ ഹേ, ചളിയിൽ, കീച്ചട് പറഞ്ഞാൽ ചളി, ചളിയിൽ വീണപ്പോൾ ഗുഡു കരയുന്നു, അങ്ങനെയാണോ ഉണ്ടായത്? അല്ല, ഗുഡു ചിരിക്കുകയാണ് ചെയ്തത് അല്ലെ, ഹസ്താഹയാണ്. അപ്പൊ രോത്താഹ എന്നാണ് ഇവിടെ തന്നത്, അത് തെറ്റാണ്. 3 എണ്ണാണ് ശരിയായിട്ടുള്ളത്, 3 എണ്ണാണ് തെറ്റായിട്ടുള്ളത്. ശരിക്കും നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ സഹി മിലാനാണ്. പത്തേക്ക് നാവ് പലട്നെ പർ ക്യാ ഹുവാ ജോഡ്കർ ലിഖിയേ, നിങ്ങളോടത് യോജിപ്പിച്ച് എഴുതാനാണ് പറഞ്ഞത്. ഇതിന്റെ ആൻസറിന്റെ നമ്പർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ആൻസറിന്റെ നമ്പർ ആണ് കേട്ടോ. ഒന്നാമത്തെ ആൻസർ ഇതാണ്, 2ന്റെ ആൻസർ ഇതാണ്, 3ന്റെ ആൻസർ ഇതാണ്, 4മത്തെ കെഞ്ചുവ എന്നതിന്റെ ആൻസർ ആണ് ഇത്. ഓക്കെ, നമ്പർ കാണുന്നില്ലേ? അങ്ങനെ നമ്പർ ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ചീംട്ട, ചീംട്ട എന്ന് പറഞ്ഞ ഉറുമ്പ്, ഉറുമ്പ് പാനിമേ തയർക്കർ ടെഹനി പർ ആകയാ, വെള്ളത്തിൽ നീന്തിയിട്ട് അത് മരച്ചില്ലയിൽ പിടിച്ച് കയറി നിൽക്കുന്നു. നമ്മൾ പഠിച്ചതിൽ പാഠത്തിൽ പറയുന്നുണ്ട് അല്ലേ, വെള്ളത്തിൽ നീന്തിയിട്ട് മരച്ചില്ലയിൽ, മരത്തിന്റെ ആ ശാഖയിൽ അത് കയറി പറ്റുന്നു, ശരിയല്ലേ? അത് ശരി, അതാണ് ചീംട്ട, ഉറുമ്പിൻ്റെതാ, നേരെ ഇതാണ് വരുന്നത്. ലാൽ കാല കീട, ചുവപ്പും കറുപ്പുമായിട്ടുള്ള ആ പ്രാണി. പത്തേക്ക് നാവുക്ക് നീച്ചെ ദിഖായി പട, അതിനെവിടെയാണ് കണ്ടത്? ബോട്ട് മറിഞ്ഞപ്പോ ഇലയ്ക്ക് താഴെയായിട്ടാണ് കണ്ടത് അല്ലേ. പത്തേക്ക് നാവുക്ക് നീച്ചെ, താഴെ കാണപ്പെടുന്നു, ശരിയാ, അതാണ് ശരിയായിട്ടുള്ളത്, രണ്ടാമത്തത്. 3 ഗുഡ്ഡു ആർ ഗുഡലി, ഗുഡ്ഡുവും ഗുഡലിയും ബോട്ട് മറിഞ്ഞ സമയത്ത് എന്താ ചെയ്തത്? ഗുഡ്ഡും ഗുഡലിയും ഉൾട്ടി ബഹത്തി നാവിക്കെ പീച്ചെ ഭാഗേ, ആ മറിഞ്ഞിട്ടൊഴുകുന്ന, തല കീഴായിട്ട് മറിഞ്ഞൊഴുകുന്ന ആ നാവിന്, തോണിക്ക് പിന്നാലെ അവർ ഓടുന്നു, മൂന്നാമത്തത്. 4 കേഞ്ചുവ, കേഞ്ചുവ മണ്ണിര, മണ്ണിര എന്താണ് സംഭവിച്ചത്? പാനിക്കെ അന്തർ ചലാ ഗയ, പാനിക്കെ അന്തർ ചലാ ഗയ, വെള്ളത്തിനടിയിലേക്ക് പോയി. അപ്പൊ അതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, നമ്പർ ഇട്ടിട്ടുണ്ട്, നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ബാരിഷ് കെ മൗസം മേ ഗുഡ്ഡു और गुडली ने क्या क्या किए कहानी से सुनकर चुनकर लिखे. ബാരിഷ് കെ മൗസം മേ, മഴയുടെ ആ സമയത്ത്, ബാരിഷ് കെ മൗസം മഴക്കാലത്ത്, ഗുഡ്ഡുവും ഗുഡലിയും എന്തൊക്കെയാണ് ചെയ്തത്? കഹാനി സെ ചുനിക്കർ ലിഖി, കഥയിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതാൻ, ഈ കഥയിൽ പറയുന്ന കാര്യങ്ങൾ കഥയിൽ നിന്നും തെരഞ്ഞിട്ട് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. നോക്കാം നമുക്ക് എഴുതിയത് ആൻസർ. गुड्डू और गुडली गोकुल गायों को मैचिस की डिब्बे में ഇകട്ട, ഇകട്ട ഇവിടെ ആച്ചിന്നുണ്ട് കേട്ടോ, ഇകട്ട അങ്ങനെ ഒരു വര ഇവിടെ ഉണ്ടാവേ, ഇകട്ട കിയ. ഗുഡ്ഡു ആർ ഗുഡലി, ഗുഡ്ഡുവും ഗുഡലിയും ഗോകുൽ ഗായോം കോ, അതായത് ആ ഗോകുൽ ഗായ് നിങ്ങൾ ഈ പാഠത്തിൽ പരിചയപ്പെട്ടതാണ്, ആ പ്രാണീനെ, അതിനെ മാച്ചിസ് കി ഡിബ്ബേമേ, തീപ്പെട്ടിക്കൂടിൽ ശേഖരിക്കാറുണ്ടായിരുന്നു. അവര് ശേഖരിക്കുമായിരുന്നു, ആ ഗോകുൽ ഗായിനെ തീപ്പെട്ടിക്കൂടിൽ അവര് പെറുക്കി ശേഖരിക്കുമായിരുന്നു. പിന്നെന്തൊക്കെയാണ് അവര് മഴക്കാലത്ത് ചെയ്യുന്നത്? ചാന്ദിനിക്കെ പേടുക്കോ സോർസെ ഹിലാക്കർ ഗുഡ്ഡുനെ ഗുഡലിക്കെ തർ ബദർ കർ ദിയ, ചാന്ദിനിക്കെ പേട്, നമ്പ്യാർ വട്ട മരം പിടിച്ച് കുലുക്കിയിട്ട് ഗുഡ്ഡു ഗുഡലിയെ നനച്ചു.
ഗുഡ്ഡു കീചട് മേ ഫിസൽക്കർ ഗിർ ഗയ. ഗുഡ്ഡു ചളിയിൽ വഴുതി വീണു. ഇതൊക്കെയാണ് മഴയിൽ അവർക്കുണ്ടായ അനുഭവം അല്ലേ. ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇനി അടുത്തത് ये शब्द पढ़ें कहानी से इनकी വിശേഷത ബതാനെ വാലെ ശബ്ദ ചുൻകർ ലിഖേ. അതായത് വിശേഷൺ ശബ്ദം എഴുതാനാണിത്. വിശേഷത ബതാനെ വാലെ ശബ്ദ അങ്ങനെ പറഞ്ഞാൽ വിശേഷൺ ശബ്ദമാണ് കേട്ടോ. നല്ല കുട്ടി, അതുപോലെ തന്നെ ചുവന്ന പൂവ്, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, വിശേഷൺ ശബ്ദ, വിശേഷണം അതുപോലെയുള്ളതാണ്. മിട്ടി മണ്ണ്, മണ്ണിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? നനഞ്ഞ മണ്ണ് അങ്ങനെ പറയുന്നുണ്ട് അല്ലേ. നാലെ തോടിനെയോ ബർസാത്തി നാലെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കീട, മേണ്ടക്ക്, ചോട്ട മേണ്ടക്ക്, ചെറിയ മേണ്ടക്കിനെ കണ്ടു അങ്ങനെ പറയുന്നില്ലേ. അതൊക്കെ നിങ്ങളെ പാഠത്തിലുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. ഗീലി മിട്ടി കണ്ടോ, നമ്മളിവിടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് മിട്ടി. മിട്ടി എന്നതിന് എന്താണ് ആൻസർ വരുന്നത്? ഗീലി, ഗീലി മിട്ടി. ഇനി അടുത്തത് കീട. കീട എന്നതിന്റെ ആൻസർ ഏതാണ് വരുന്നത് നോക്കാം. ലാൽ കാല കീട. ലാൽ കാല കീട. കീട ടെക്സ്റ്റ് ബുക്കിലുള്ള നോക്കിയതാണ് കേട്ടോ, അവിടെ തെറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ലാൽ കാല എന്നത് ശരിയാണ്. കീട എന്നിവിടെ എഴുതിയത് തെറ്റായിട്ടാണ് വന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് കീട എന്നുള്ളത് ശരിയായിട്ട് എഴുതാണ്ടോ. കീട ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. നാവ്. നാവ് നോക്കാം. പത്തേക്ക് നാവ്. പത്തേക്ക് നാവ്. ഇനി അടുത്തത് നാലെ. നാലെ തോട്. എങ്ങനെയാണ് തോടിൻ്റെത്? ബർസാത്തി നാലെ. ബർസാത്തി നാലെ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ. ബർസാത്തി നാലെ. മേണ്ടക്ക്. മേണ്ടക്ക് എങ്ങനെയാണ് പറഞ്ഞത് ഇതില്? ചോട്ട അല്ലേ? ചോട്ട മേണ്ടക്ക്, ചെറിയ മേണ്ടക്ക്, ചോട്ട മേണ്ടക്ക്. ഇനി അടുത്തത് മൂഹ്. മൂഹിന് ഇവിടെ കാലാമൂഹ്, കറുത്ത വായ പറയുന്നുണ്ട്. കാലാമൂഹ് കണ്ടോ, കാലാമൂഹ്, കാലാമൂഹ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. വിശേഷ ശബ്ദം കഴിഞ്ഞു. ഇതിന്റെ ഒക്കെ ആൻസർ അവിടെ തന്നിട്ടുണ്ട്. ശരിക്കും നോക്കിയിട്ട് ചെയ്യുക. കീട എന്നുള്ളത് അവിടെ തെറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇവിടെ നോക്കി കറക്റ്റ് ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. ഇനി നോക്കാം. ഇനി ഇതിൽ പറയുന്നത് ഒരു ഡയറിയാണ്. ഡയറി. भाग दौड़ में गुड्डू फिसला और जाकर कीचड़ में दम से गिर गया. അങ്ങനെ അവർ രണ്ടുപേരും വെപ്രാളം പിടിച്ച് ഓടുന്നതിനിടയ്ക്ക് ഗുഡ്ഡു എന്ത് ചെയ്തു? ചളിയിൽ വഴുതി അങ്ങോട്ട് ദം എന്ന ശബ്ദത്തോടെ അങ്ങോട്ട് വീണ്. ഗർ ആക്കർ ബി ഗുഡ്ഡു ഹസ്താ രഹ. വീട്ടിലെത്തിയിട്ടും ഗുഡുവിന് ചിരി നിൽക്കുന്നില്ല. വീട്ടിലെത്തിയിട്ടും ഗുഡു ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈ ആദോമേ ഗോഗയ. അവൻ ഓർമ്മകളിലേക്ക് പോയി. ഗുഡ്ഡുക്ക് ഡയറിയിലേക്ക്. അവന്റെ ഡയറി എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ ഡയറി അടുത്ത ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് ചെയ്യാം. അടുത്ത വീഡിയോയിൽ ചെയ്യാം. കാരണം ഇപ്പൊ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മാത്രമായിട്ട് നമുക്ക് ഒരു ക്ലാസ് ചെയ്യാം. എല്ലാവരും കാണണം. ഡയറി മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. എല്ലാവരും അത് നോക്കിയിട്ട് എഴുതിയെടുക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും നമ്മളിവിടെ ചെയ്തിട്ടുള്ള എല്ലാ വർക്കും നിങ്ങൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നോട്ട്ബുക്കിലേക്ക് ചെയ്യുക. പെട്ടെന്ന് തന്നെ എടുത്ത് എഴുതരുത്. എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വായിച്ചു നോക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് വേണം നിങ്ങൾ ചെയ്യാട്ടോ. ഓക്കെ.